ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആയിരുന്നു. രണ്ട് പാർട്ടായിട്ട് രണ്ട് വീഡിയോസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിനെ കുറിച്ചിട്ട്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചില ബേസിക് പ്രോബ്ലംസുമാണ് അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് വെച്ചാൽ. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്ററായ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, അതും രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലത്തെ ആദ്യത്തെ പാർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് ആൻഡ് വെലോസിറ്റീൻ്റെ പാർട്ട് 1ലേക്ക് സ്വാഗതം. നമ്മളിതിൽ പഠിക്കാൻ പോകുന്ന കണ്ടൻസ് എന്തൊക്കെയാ വെച്ചാൽ മോഷൻ, ടേംസ് റിലേറ്റഡ് ടു മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, മോഷൻ, ടേംസ് റിലേറ്റഡ് ടു മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻ ഓഫ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചലനം. ഓക്കെ, മോഷൻ്റെ ഒരു മലയാള വാക്കാണ് ചലനം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്തു നിന്ന് നീങ്ങാതെ ഇരിക്കുകയാച്ചാൽ അതിന് ചലനം ഉണ്ടാകുമോ? ഇല്ല. മീൻസ് ആ ഒരു ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാകുന്നില്ല. മോഷൻ മീൻസ് ആ ഒരു ഒബ്ജക്റ്റ് നീങ്ങുന്നില്ല വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റിന് അവിടെ മോഷൻ ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിനെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. മീൻസ് ഏതെങ്കിലും ഒരു ബോഡി അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല വെച്ചാൽ അതിനെയാണ് ആ ബോഡി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് പറയുന്നത്. റെസ്റ്റ് മീൻസ് ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ റെസ്റ്റ്. ഇനി അഥവാ ബോഡി ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ആണെങ്കിൽ മോഷൻ. ഓക്കെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ആ ഇരുന്ന പൊസിഷനിൽ നിന്ന് സ്ഥലമാറ്റം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ചലനം ഉണ്ടാവുകയാണ് വെച്ചാലാണ് മോഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ അഥവാ റെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അതേപോലെ അപ്പോൾ ചലനം എന്താ എന്ന് നമുക്കൊരു അറിയാം ഓൾറെഡി, ഞാൻ ചുമ്മാ പറഞ്ഞു തന്നുള്ളൂ. ഇനി ചില ടേംസ് പഠിക്കാം, ചലനത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേംസുകൾ. അതിലാദ്യത്തെയാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ്. ഇതിന് എഫ്, സ്മോൾ ലെറ്റർ എഫ് എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റ് വരെ, ഒരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റ് വരെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡിയോ കവർ ചെയ്ത് ആ ഒരു ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അഥവാ ഇനി വേറൊരു വാക്കാണ് ടോട്ടൽ പാത്ത് ലെങ്ത്. ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച വഴി, ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റിലേക്ക് എത്താൻ സഞ്ചരിച്ച ആ വഴി, ആ പാത്തിനെയാണ്, അത് മീൻസ് ആ പാത്ത്, ആ വഴിയുടെ ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ പാത്ത് ലെങ്ത്. ഓക്കെ, മനസ്സിലായോ? ഡിസ്റ്റൻസ് എന്ന് നമുക്കറിയാം, പക്ഷേ ഡിഫൈൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ടോട്ടൽ പാത്ത് ലെങ്ത്. ഒരു ഒബ്ജക്റ്റ് ഇനിയൊരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റിലേക്ക് എത്താൻ സഞ്ചരിച്ച വഴിയുടെ നീളത്തെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഫിസിക്സിൽ ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറേ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വെച്ചാൽ, ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഈ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, സ്പീഡ് എന്നുള്ള ക്വാണ്ടിറ്റീസ് ആട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വെച്ചാൽ അതിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും. ഇനി അഥവാ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല വെച്ചാൽ അതിനെയാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ടേം പഠിക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റും എഫ് എന്നുള്ള സ്മോൾ ലെറ്റർ എഫ് എന്നുള്ള ലെറ്റർ വെച്ചിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റിലേക്ക് എത്തുന്നു, ആ ഒരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി വരുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, വെറും ഡിസ്റ്റൻസ് അല്ല, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. മട്ടത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന് 3 പോയിന്റ് കൊടുത്തു, എ, മുകളിൽ എ, ബി, സി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എ
മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസും നമ്മൾ ഫ്ലാൻ ഹൈറ്റ് ആയിട്ട് ചെരിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും ആ മട്ടത്രികോണത്തിന്. അതേപോലെ ഒരു റൈറ്റ് ആംഗിൾ വന്നിട്ട് എ എന്ന് ബിയിലേക്ക് എത്തി, ബി എന്ന് സിയിലേക്ക് എത്തണം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ മുതൽ സി വരെയുള്ളതായിരിക്കും. അങ്ങനെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഡിസ്റ്റൻസ് ഒരിക്കലും ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് അറിയാൻ ഇന്ന ഡയറക്ഷനിൽ തന്നെ പോകണം ഡിസ്റ്റൻസ് അറിയാമെന്നില്ല. ഏത് ഡയറക്ഷനിൽ കൂടെ പോയാലും കുഴപ്പമില്ല, എത്ര ലെങ്ത് ട്രാവൽ ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാരണം എത്ര ലെങ്ത് ആണോ ട്രാവൽ ചെയ്തത് അതിനാണല്ലോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ കൂടെ തന്നെ പോകണം, എന്നാലെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് എത്താൻ ഒരു കുറുക്കു വഴി ഉണ്ടെങ്കിൽ അതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആ വഴി കൂടെ തന്നെ പോകണം, ആ ഡയറക്ഷനിൽ തന്നെ പോകണം. എന്നാലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആ കുറുക്കു വഴി കൂടെ പോകണമെന്നില്ല. എനിക്ക് ആ പോയിന്റിലേക്ക് എത്താൻ വേറെ വഴികളുണ്ടാവും, ആ സ്ഥലത്തേക്ക് എത്താൻ വേറെ വഴികളുണ്ടാവും, ആ വഴി കൂടെയും പോവാം. ആ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ആണെങ്കിൽ കുറുക്കു വഴി കൂടെ പോകുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ്. ഓക്കെ, വെറും ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെ, അത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആവാൻ കാരണം ഞാൻ പറഞ്ഞു അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ യാത്ര ചെയ്യണം. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, അത് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ്. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് മീൻസ് ഒരു ഒബ്ജക്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഉണ്ടാവും. മീൻസ് ഞാൻ ഇവിടെ നിന്ന് മുതൽ ഇനിയൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നതിൻ്റെ ഉള്ളിൽ ഇടയിൽ ഇഷ്ടംപോലെ ഇൻ്റർവെൽസ് ഉണ്ടാവും, പോയിൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് ഇനിയൊരു പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, അതിനാണ് സ്പീഡ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് മീൻസ് ഡിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവുന്നതിൻ്റെ റേറ്റ്, ഡിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവുന്നതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, സ്പീഡ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വേഗത. ഞാൻ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പെട്ടെന്ന് എത്താം. ഓക്കെ, ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു തരാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കണം. നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാം, ബട്ട് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിൽ വായിച്ചിട്ട് അതിൻ്റെ രീതിയിൽ അർത്ഥം പറഞ്ഞാൽ ശ്രമിക്കുന്നത്. അല്ലാതെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗതയെന്ന് എനിക്ക് ആദ്യം തന്നെ പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ക്വാണ്ടിറ്റി ആവും? സ്പീഡ്, വേഗത ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ കുറുക്ക് വഴി കൂടെ പോയാലും അല്ലാത്ത വഴി കൂടെ പോയാലും സ്പീഡ് എന്ന് പറയുന്നത് മീൻസ് ഞാൻ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടെയാണ് പോണത്. ഞാൻ കുറുക്ക് വഴി കൂടെ പോയി എന്ന് വെച്ചാൽ സ്പീഡ് കൂടുകയോ കുറയോ ഇല്ല. മറ്റേ വഴി കൂടെ പോയാൽ സ്പീഡ് കൂടുകയോ കുറയോ ഇല്ല. അപ്പോൾ ഒരിക്കലും ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ കുറഞ്ഞ ഡിസ്റ്റൻസ് കൂടെ പോയി വെച്ചാൽ സ്പീഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ സ്പീഡ് ഒരിക്കലും ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തിയററ്റിക്കലി സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ യൂണിറ്റ് ടൈം. നമ്മൾ പൊതുവെ എളുപ്പത്തിന് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് പറയുക. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് പറയാം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒന്നുകൂടി ആക്കി പറയുകയാണെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ ആൻഡ് മൈൽ പെർ ഹവർ. ഓക്കെ, ഇതാണ് നമ്മൾ ഈറ്റ ടെമ്പറേച്ചറിൽ പഠിച്ചിട്ടുള്ള പോലെ CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റിലേറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. മീറ്റർ പെർ സെക്കൻഡ് CGSൽ വരുന്നതാണ്. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ FPSൽ വരുന്നതാണ്. മൈൽ പെർ അവർ ആണ് FPS, കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ MKSൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് ആണ് അല്ലെങ്കിൽ അടുത്തൊരു ടേമാണ് വെലോസിറ്റി. അത് സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ V എന്നൊരു ലെറ്റർ വെച്ചിട്ടാണ്. ഈ വെലോസിറ്റി എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റിനെ സ്പീഡ് എന്ന് പറയുന്നു. ഈ രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പഠിക്കണം. ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റിനെ സ്പീഡ് എന്നും ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റിനെ വെലോസിറ്റി എന്നും പറയുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, കാരണം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മാറ്റത്തിലുണ്ടാകുന്ന റേറ്റിനെ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
വെലോസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ യൂണിറ്റ് ടൈം. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണല്ലോ ഡെഫിനിഷൻ തന്നെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈം ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ, മൈൽ പെർ അവർ. ഞാൻ പറഞ്ഞു സ്പീഡിനായിക്കോട്ടെ വെലോസിറ്റിനായിക്കോട്ടെ യൂണിറ്റ് സെയിം ആണ്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ചില വെലോസിറ്റി പഠിക്കുമ്പോൾ ചെറിയ ഒരു നൊട്ടേഷൻസ് അറിഞ്ഞിരിക്കണം. യു ആൻഡ് സ്മോൾ വി. യുവും സ്മോൾ വിയും. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റിനെയാണ് ആക്സിലറേഷൻ. വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആക്സിലറേഷനും വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. അപ്പോൾ വി ബൈ ടി എന്ന് എഴുതിയാൽ മതി, വി ബൈ ടി. പക്ഷേ ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ ആലോചിച്ച് നോക്കുക. വെറും വെലോസിറ്റി അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വെലോസിറ്റി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റീനെ യു എന്നും ഫൈനൽ വെലോസിറ്റീനെ വി എന്നും സൂചിപ്പിക്കും. ഒരു വെലോസിറ്റി അല്ല, രണ്ട് വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറയ്ക്കുകയാണ് വേണ്ടത്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഓൾ ഡിവൈഡഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണ് ആക്സിലറേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടിയത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താ, വെലോസിറ്റീൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. ബൈ ടൈം എന്ന് വന്നുകൊണ്ട് ബൈ ഒരു സെക്കൻഡ് കൂടി വരും. ആ സെക്കൻഡ് എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്, അങ്ങനെയാണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. വെലോസിറ്റീൻ്റെ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈമിൻ്റെയും സെക്കൻഡാണ്. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അതൊന്നുകൂടി ശരിയാക്കി എഴുതുമ്പോഴാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വന്നത്. ഓക്കെ, ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് റിട്ടാർഡേഷൻ. ഓക്കെ, ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ റിട്ടാർഡേഷൻ നെഗറ്റീവ് ആണ്. മീൻസ് ആക്സിലറേഷന് നേരെ ഓപ്പോസിറ്റ്. അതിൻ്റെ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാണ് സാധാരണ റിട്ടാർഡേഷന് പറയാറ്. നെഗറ്റീവ് ആക്സിലറേഷൻ, നമ്മൾ സാധാരണ പഠിക്കുന്ന ആക്സിലറേഷൻ എപ്പോഴും പോസിറ്റീവാണ്. അതിൻ്റെ നെഗറ്റീവിനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, ഡീസലറേഷൻ. ആക്സിലറേഷൻ പോലെ തന്നെ ഡീസലറേഷൻ. ഓക്കെ, ആക്സിലറേഷനിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടും അല്ലെങ്കിൽ സ്പീഡ് കൂടുമായിരുന്നു. ഡീസലറേഷനിൽ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. ടൈം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില എസ് ഐ യൂണിറ്റുകൾ പഠിക്കാം. എസ് ഐ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മീറ്ററാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ടൈമിൻ്റെ സെക്കൻഡാണ്. സ്പീഡ് ആൻഡ് വെലോസിറ്റീൻ്റെ മീറ്റർ പെർ സെക്കൻഡാണ്. ആക്സിലറേഷൻ റിട്ടാർഡേഷൻ്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അതിന് സൂചിപ്പിക്കുന്ന ചില ലെറ്ററുകളാണ് ഞാനിവിടെ ഒരു ഗ്രേ കളർ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിൻ്റെ മീറ്റർ എം എന്ന് സൂചിപ്പിക്കുന്നു. ടൈമിൻ്റെ സെക്കൻഡ് സ്മോൾ എസ്. വെലോസിറ്റി ആൻഡ് സ്പീഡിൻ്റെ മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ലോസ് ഓഫ് മോഷനിലേക്ക് കിടക്കാം. മെയിനായിട്ട് നമുക്ക് 3 ലോസാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഫിസിക്സിൽ പഠിച്ച പോലെ തന്നെ, പണ്ട് സ്കൂളുകളിലും പ്ലസ് 1 പ്ലസ് 2 പഠിച്ച പോലെ തന്നെ ന്യൂട്ടൺസ് ലോ തന്നെയാണ്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത്? അതിന് ഇനിയൊരു പേര് കൂടിയുണ്ട്, ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേർഷ്യ എന്താണ് പറയുന്നത്? ന്യൂട്ടൺ ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടൺ ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് every object will remain at rest or in uniform motion in a straight line unless compelled to change its state by action or external force. Means ഏതെങ്കിലും ഒരു ചലനത്തിലുള്ള ഒബ്ജക്റ്റ് പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അതേ ചലനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മീൻസ് ഒരു ഒബ്ജക്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഫോഴ്സോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസിക്ക് ആവശ്യമുള്ള ഫോഴ്സോ ഒന്നും ആക്ഷനോ കൊടുക്കാണ്ടിരുന്നാൽ, ഓക്കെ, കൊടുത്താൽ മാത്രമേ അതിന് ആ മോഷൻ നിന്ന്
ചേഞ്ച് സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കില്ല. ഓക്കെ, അതാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ പറയുന്നത്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ദാറ്റ് എവരി ഒബ്ജക്റ്റ് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ബൈ ദി ആക്ഷൻ ഓർ എക്സ്റ്റേണൽ ഫോഴ്സ്. മീൻസ് നമ്മൾ എക്സ്ട്രാ ഒരു ഫോഴ്സോ, ഞാൻ വീണ്ടും പറയാൻ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ, എക്സ്ട്രാ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സോ അല്ലെങ്കിൽ ആക്ഷനോ കൊടുക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ആ മോഷനിൽ ചലിച്ചുകൊണ്ടിരിക്കുക, അതിൽ മാറ്റം വരില്ല. ഇതിനെയാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് വിളിക്കുന്നതും അഥവാ ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേഷ്യ അഥവാ ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങൾ പഠിച്ചാണ്, ഞാൻ എന്നാലൊരു പറയുകയാണ്. ഒരു ഒബ്ജക്റ്റ്, ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് ഞാൻ മുമ്പോട്ട് എൻ്റെ കൈ കൊണ്ട് തള്ളുന്നു, ആ ഒബ്ജക്റ്റിൻ്റെ മേത്ത് ഞാൻ തള്ളുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് നീക്കുക? ഞാൻ എങ്ങോട്ടാണോ തള്ളുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഒബ്ജക്റ്റ് നീങ്ങുക. ഓക്കെ, ആ എത്ര സ്പീഡിലായിരിക്കും ഒബ്ജക്റ്റ് നീങ്ങുക? ഞാൻ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത് അത്രയും സ്പീഡിലായിരിക്കും ആ ഫോഴ്സിന് കറസ്പോണ്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഒബ്ജക്റ്റ് മുമ്പോട്ട് നീങ്ങുക. അത് തന്നെയാണ് ഇവിടെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മേത്ത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ, ഈക്വൽ ആയിട്ടുള്ള സ്പീഡിലായിരിക്കും ഒബ്ജക്റ്റ് നീങ്ങുക. മാത്രമല്ല ആ ഫോഴ്സ് എങ്ങോട്ടാണോ കൊടുക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ആ ഒബ്ജക്റ്റ് നീങ്ങുക. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ബില്യാർഡ്, ക്യാരം ഗെയിംസ് ഒക്കെ ഇതിന് വ്യക്തി എക്സാമ്പിളാണ്. ഇപ്പോൾ ക്യാരമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ക്യാരത്തുമ്മേ വിരലുകൊണ്ട് എത്ര ഫോഴ്സാണോ കൊടുക്കുന്നത്, ഏത് ഡയറക്ഷനാണ് കൊടുക്കുന്നത്, ആ ഡയറക്ഷനിലോട്ട് നമ്മൾ കൊടുത്ത ഫോഴ്സിനനുസരിച്ച് കറസ്പോണ്ട് ആയിട്ടുള്ള സ്പീഡിലായിരിക്കും ആ ക്യാരം കോയിൻ നീങ്ങുക. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F ഈക്വൽ ടു MA, F ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആ ഒബ്ജക്റ്റിൻ്റെ മാസും ഒബ്ജക്റ്റിൻ്റെ ചലനം ആക്സിലറേഷൻ. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് ശരിക്കും F ഈക്വൽ ടു MA. മാസ് ഒരു മൊമെൻറ്റം എന്നും പറയാം. ഇവിടെ M ഉദ്ദേശം മൊമെൻറ്റം ആണ്, A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ശരിക്കും F ഈക്വൽ ടു മാസിൻ്റെ ആക്സിലറേഷൻ ആണ്. ഓക്കെ, മൊമെൻറ്റവും മാസും ഏകദേശം സെയിം ആണ്. ഈ ഒരു കേസിൽ മാസ് അല്ല മൊമെൻറ്റം ആണ് വരുന്നത്. ന്യൂട്ടൺ തേർഡ്സിൽ എന്താ നമുക്ക് നോക്കാം. ടു എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ന് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതിനെ പറയുന്ന ഇനിയൊരു പേരാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഫസ്റ്റ് ലോന് ഇനിയൊരു പേരുണ്ടായിരുന്നു ലോ ഓഫ് ഇനേഷ്യ. തേർഡ് ലോന് ഇനിയൊരു പേരുണ്ട് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എക്സാമ്പിൾ റോക്കറ്റ്, ബൗൺസിങ് ഓഫ് ബോൾ, ഫയറിംഗ് ഓഫ് ഗൺ എക്സെട്ര. ഓക്കെ, ബൗൺസിങ് ഓഫ് ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബോൾ മോളിലേക്ക് എറിയുന്നു, ബോൾ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തുന്നു. ആ ബോൾ ഓൾറെഡി ആദ്യം റെസ്റ്റിലായിരുന്നു, ഞാൻ അതിനെടുത്ത് പൊന്തിച്ചിട്ട് താഴ്ത്തിടുന്നു, അതിങ്ങനെ ബൗൺസ് ചെയ്ത് വീണ്ടും റെസ്റ്റിലേക്ക് തന്നെ എത്തുന്നു. മീൻസ് എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി ചില ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം. വെലോസിറ്റി, സിമ്പിൾ ഇക്വേഷൻസ് ആണ് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഓരോ ടൈം പറഞ്ഞുതരാം. V ഈക്വൽ ടു U പ്ലസ് AT, V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AF, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതിൽ ആദ്യത്തെ 2 ഇക്വേഷൻസ് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ആ വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വെലോസിറ്റി ആണ്. ഞാൻ പറഞ്ഞ വെലോസിറ്റി 2 എണ്ണം ഉണ്ട്, U ഉണ്ട്, സ്മോൾ v ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു, ഫൈനൽ വെലോസിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആദ്യത്തെ ഇക്വേഷനിൽ V ഈക്വൽ ടു U പ്ലസ് AT എന്ന് പറഞ്ഞ ഇക്വേഷനിൽ V എന്ന് പറഞ്ഞ ഇക്വേഷൻ ഫൈനൽ വെലോസിറ്റി അഥവാ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. U എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, T എന്ന് പറഞ്ഞാൽ ടൈം, F എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ V ഈക്വൽ ടു U പ്ലസ് AT വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അതേപോലെ V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AF. നമുക്ക് ടൈം അറിയില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിലറേഷനും അറിയുള്ളൂ വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയും അറിയാം വെച്ചാൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? UT പ്ലസ് ഹാഫ് AT സ്ക്വയർ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഓരോ ടേംസ് ഞാൻ ഇവിടെ എഴുതിയിട്ട് ഇക്വേഷൻസ് നിങ്ങൾ ബോക്സിൽ എഴുതി വെക്കണം. ഈ ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചുകൂടി ഇക്വേഷൻസ് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ ആക്സിലറേഷൻ, ഇത് ഈ പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്ന 3 ഇക്വേഷനിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനുമാണ്. ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് ഈ 3 ഇക്വേഷനിലും വരുന്ന കോമൺ ടേം. മെയിനായിട്ട് അപ്പോൾ അത് ആക്സിലറേഷന് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇനീഷ്യൽ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് ഈ ഇക്വേഷൻ്റെ വാല്യൂസ് മാറുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഇപ്പോൾ പോസിറ്റീവാണ് വിചാരിക്കുക. ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ 3 ഇക്വേഷൻസ് ഏതൊക്കെ രീതിയിൽ മാറും? V ഈക്വൽ ടു U പ്ലസ് AT തന്നെയായിരിക്കും, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആയിരിക്കും, V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AF തന്നെയായിരിക്കും.
ഇനിയിപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിലോ, ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u 0 ആവും. അപ്പോൾ v = at ആവും, v² = 2af ആവും, s = ½ at² ആയി മാറും. ഇനി ആഫ്ലേഷൻ നെഗറ്റീവാണ്, റിട്ടാർഡേഷൻ ആണ് വെച്ചാൽ ഈ 3 ഇക്വേഷനിലും പ്ലസ് ഇട്ട സ്ഥലത്തൊക്കെ മൈനസ് വരും. ഓക്കെ, കാരണം -a ആണ് കൊടുക്കുന്നത്. v = u - at, s = ut - ½ at², v² = u² - 2af. ഓക്കെ, ആഫ്ലേഷൻ പോസിറ്റീവ് ആകുമ്പോൾ ഇക്വേഷനിൽ എ പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ നടുവത്തെ സൈനൊക്കെ പോസിറ്റീവ് വരും. ആഫ്ലേഷൻ നെഗറ്റീവ് ആകുമ്പോൾ നടുവത്തെ സൈനൊക്കെ നെഗറ്റീവ് വരും. ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോൾ യുവിൻ്റെ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വാല്യൂസ് എത്രയാണോ അത്രയാണ് ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ബോഡി മുകളിലേക്ക് വെർട്ടിക്കലി എറിയുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? അതിൻ്റെ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുക. നമ്മൾ എത്ര ഫോഴ്സിൽ മുകളിലോട്ട് എറിഞ്ഞാലും താഴോട്ട് വരുന്ന ബോഡിക്ക് ആയിരിക്കും എപ്പോഴും വെലോസിറ്റി കൂടുതൽ. മീൻസ് ഗ്രാവിറ്റിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി, 9.8 m/s². മുകളിലോട്ട് ഒരു ഒബ്ജക്റ്റ് എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെലോസിറ്റി കുറയുകയായിരിക്കും ചെയ്യുക. അത് ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ വെലോസിറ്റി കുറഞ്ഞ് 0 ആയിരിക്കുമ്പോഴാണ് വീണ്ടും തിരിച്ച് താഴെ തന്നെ വീഴുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുമ്പോൾ ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു, താഴത്ത് വീഴുകയാണ്, മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുകയാണ്. അതിനാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, 9.8 m/s² ആയിരിക്കും. ഇത് മുകളിലേക്ക് എറിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അപ്പം നെഗറ്റീവായിട്ട് എടുക്കാം. ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ നെഗറ്റീവായിട്ട് എടുക്കാം. ആൻഡ് ഫൈനൽ വെലോസിറ്റി v വിൽ ബി 0. ഫൈനൽ വെലോസിറ്റി ഇവിടെ 0 ആയിരിക്കും. കാരണം ഒബ്ജക്റ്റ് മുകളിലേക്ക്, ഞാൻ പറയും മുകളിലേക്ക് എറിയാണ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഒബ്ജക്റ്റ് പോകുള്ളൂ. നമ്മൾ കൊടുത്ത ഫോഴ്സിനനുസരിച്ചുള്ള പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഒബ്ജക്റ്റ് പോകുള്ളൂ. ആ ഹൈറ്റിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവും. മീൻ ഫൈനൽ വെലോസിറ്റി അവിടെ 0 ആയി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇവിടുന്ന് എറിയുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ്. എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും വെലോസിറ്റി കൂടുതലായിരിക്കും. ആ വെലോസിറ്റി മുകളിലേക്ക് പോകുന്നവർ കുറഞ്ഞ് വന്നിട്ട് ഫൈനൽ വെലോസിറ്റി 0 ആവും. 0 ആവുന്ന ടൈമിലാണ് അത് നേരെ തിരിച്ച് വീണ്ടും താഴോട്ട് തന്നെ വീഴുന്നത്. അപ്പം പോസിറ്റീവായിട്ട് 9.8 m/s² ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവായിട്ട് ആ ബോഡി താഴോട്ട് വീഴുന്നു. ഓക്കെ, അങ്ങനെ താഴോട്ട് വീഴുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലേ? അവിടെ എത്തി മുകളിലെ വെലോസിറ്റി 0 ആയി. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ മോഷൻ തുടങ്ങുന്നത് അവിടെ നിന്ന് താഴത്തേക്കാണ്, മുകളിൽ നിന്ന് താഴത്തേക്കാണ്. അപ്പോൾ അവിടെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ, നമ്മൾ താഴത്തുനിന്ന് മുകളിലോട്ട് എറിയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല, ഫൈനൽ വെലോസിറ്റിയാണ് 0. മുകളിൽ നിന്ന് താഴോട്ട് എന്തെങ്കിലും വീഴുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും 0, ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കില്ല. ആ വ്യത്യാസം മനസ്സിലാക്കുക. നമ്മുടെ ആഫ്ലേഷൻ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകുമ്പോൾ ഇക്വേഷനത്തെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതേ കേസ് തന്നെ ഏതെങ്കിലും ഒബ്ജക്റ്റ് മുകളിലോട്ടും താഴോട്ടും വീഴുമ്പോഴുള്ള കേസ്, മുകളിലോട്ട് താഴോട്ട് വീഴുമ്പോൾ അതേപോലെ തന്നെ മുകളിലോട്ട് എറിയുമ്പോഴുള്ള കേസ് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ v = u + at ആണ്. a എന്ന് പറഞ്ഞാൽ അവിടെ ആഫ്ലേഷൻ ആണ്, അത് നമുക്ക് ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും കൺസിഡർ ചെയ്യാം. അപ്പോൾ g എന്നും ഉപയോഗിക്കാം എക്ക് പകരം. അങ്ങനെയാകുമ്പോൾ v = u + gt വരും. s എന്ന് പറയുന്നത് ut + ½ at², മീൻസ് ½ gt² എന്ന് വരും. മീൻസ് ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുമ്പോൾ ഞാൻ പറഞ്ഞു ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എൻ്റെ സ്ഥാനത്ത് g ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു a ആഫ്ലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് g. അപ്പോൾ g പോസിറ്റീവ് കൊടുത്തു. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷനിൽ ഒക്കെ പോസിറ്റീവ് തന്നെയായിരിക്കും. ഇനി ഒബ്ജക്റ്റ് നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ ഈ g എന്ന് പറയുന്നത് അല്ലെങ്കിൽ a എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നടുവിൽ നെഗറ്റീവായിട്ട് മാറും, അത്ര വ്യത്യാസമുള്ളൂ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇതാണ് പാർട്ട് 1, വെലോസിറ്റീൻ്റെ പാർട്ട് 1. കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ശ്രദ്ധിച്ച് വേണം വീഡിയോ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായെങ്കിൽ മാത്രം ഡൗട്ട് ചോദിക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സൈൻ മാറുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആഫ്ലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആവുന്നത് ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോഴാണ്. അതേസമയം മുകളിലേക്ക് എറിയുമ്പോൾ a എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതിനനുസരിച്ചാണ് ഇവിടെ ഫോളിംഗ് ഡൗണും പ്രൊജക്റ്റ് അപ്വേർഡ്സും ഇക്വേഷനിൽ സൈനുകൾ മാറിയത് എന്ന് ആലോചിക്കുക. ഓക്കെ, ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.